ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ഓരോരോ ക്രേവിങ്സ് തോന്നുമല്ലോ. അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ കുറച്ച് ക്രേവിങ്സും കാര്യങ്ങളും ഉണ്ടായി. ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഉണ്ടാവും നോക്കാം കേട്ടോ. ചെറിയൊരു മിനി വ്ളോഗും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് കഴിക്കാനൊരു പൂതി. അപ്പോൾ നേരെ ഫ്രിഡ്ജിലേക്ക് കിച്ചണിലോട്ട് പോയിട്ട് ഫ്രിഡ്ജ് നോക്കിയിട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ മുട്ട ഇരിക്കുന്നുണ്ട്, കുറച്ച് ക്യാൻഡീസ് ഇരിക്കുന്നുണ്ട്. പിന്നെ അവിടെ മെയിൻ ഐറ്റം എല്ലാവരുടെ വീട്ടിലും ഫ്രിഡ്ജിൽ ഉണ്ടാകുന്ന ഒരു ഐറ്റം ഉണക്ക നാരങ്ങ എന്ന് വെച്ചാൽ നാരങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ട് അത് ഉണങ്ങിയിട്ടുള്ള ഈ ഒരു ഐറ്റം. അപ്പോൾ മുട്ട എടുത്ത് നമുക്ക് പുഴുങ്ങാൻ വെക്കാം കേട്ടോ. എന്തെങ്കിലും ഉണ്ടാക്കണം. ആദ്യം വിചാരിച്ചു മുട്ട ബജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് കുറച്ച് ഓയിലി അല്ലേ, അപ്പോൾ വേറെ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മുട്ട നല്ല രീതിയിൽ ബോയിൽ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബോയിൽ ചെയ്തെടുത്തത് ഇനി മുട്ട ബജി ഉണ്ടാക്കണമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ വിചാരിച്ച് കുറച്ച് വെറൈറ്റി ആയിട്ട് ആ ഒരു എഗ്ഗ് ഉണ്ടല്ലോ, അത് ചുറ്റോരം നല്ല രീതിയിൽ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് കൊടുക്കാം. എല്ലാ എഗ്ഗും നല്ല രീതിയിൽ സ്ക്രാച്ച് ചെയ്ത് കൊടുത്തിട്ട് ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കാം. നമുക്ക് ഓരോന്ന് കഴിക്കാൻ തോന്നുമ്പോൾ ഓരോന്ന് കുക്ക് ചെയ്ത് ഉണ്ടാക്കാൻ വേറൊരു വൈബാണല്ലോ. അങ്ങനെ നമ്മൾ നേരെ ഒരു ചീനച്ചട്ടി എടുത്തു കേട്ടോ. ആ ചീനച്ചട്ടിയിലേക്ക് നല്ല അടിപൊളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെ കൂടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നല്ല രീതിയിലൊന്ന് ആ ഒരു പച്ചമണമൊക്കെ മാറണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ബോയിൽ ചെയ്ത് സ്ക്രാച്ച് ചെയ്തിട്ടുള്ള എഗ്ഗ് അതിലേക്കിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു മസാല നമ്മുടെ എഗ്ഗിൻ്റെ എല്ലാ സ്ഥലത്തും കൊണ്ട് എത്തട്ടെ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഈ ഒരു ഐറ്റം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഐറ്റം നല്ല ടേസ്റ്റാണ്. നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ കഴിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ കിച്ചണിലോട്ട് വന്നപ്പോൾ എഗ്ഗും കണ്ടു. പിന്നെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാനും തോന്നിയില്ല. സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്കിത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അടിപൊളിയാണ്. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട്. ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു മസാല എഗ്ഗിലൊക്കെ ഉണ്ട് പിടിച്ചിട്ട് നല്ല സ്മെല്ലുണ്ട് കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ അത് ഒന്ന് എടുത്ത് വെച്ചാൽ ആ ഒരു സ്മെല്ല് കിട്ടുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും കേട്ടോ. ഞാൻ കൂടുതൽ ഒന്നും ആലോചിച്ച് നിന്നില്ല, നേരെ കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ കഴിക്കാത്തവരൊക്കെ ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും കഴിക്കുന്നതായിരിക്കാം, എന്നാലും ഇത് കാണുമ്പോൾ ഒന്ന് കഴിക്കാൻ തോന്നിയാൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ അടിപൊളി ഐറ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക. ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നവരാണെങ്കിലും ലൈക്കും ചെയ്യുന്നില്ല. നിങ്ങളെല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ നിന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് കൂടുതലും കാണാൻ ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ഇടുക കേട്ടോ. ഞാൻ അതിനനുസരിച്ച് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.